റിയൽ വേൾഡിൽ മിക്ക ഒബ്ജക്റ്റ് എടുത്തു നോക്കിയാലും അതിൻ്റെ എഡ്ജിൻ്റെ ഷാർപ്പ്നെസ് പെർഫെക്റ്റ് ആയിരിക്കില്ല. പക്ഷേ 3D ഗ്രാഫിക്സിൻ്റെ ലോകത്ത് ഒരു ഷേപ്പ്, ഈ ഒരു ക്യൂബ് തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. ഈ ക്യൂബിൻ്റെ എഡ്ജ് വളരെ ഹാർഡായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് റെൻഡറിങ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു റിയലിസം നമുക്ക് നഷ്ടപ്പെടും. ഇതിന് പരിഹാരമായി നമുക്ക് ബെവൽ ടൂളിൻ്റെ സഹായം ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ബെവലിംഗ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമ്മുടെ മോഡലിംഗ് ടൂൾ ബാറിലെ ടൂൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ മോഡിഫയറിൽ ബെവൽ സെലക്ട് ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് ബെവൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 രീതിയും നോക്കാം. ആദ്യത്തേത് മോഡലിംഗ്. ഈ ക്യൂബിനെ സെലക്ട് ചെയ്ത് എഡിറ്റ് മോഡിൽ പോയാൽ ഈ ടൂൾ ബാറിൽ 3ാമത്തെ ഓപ്ഷൻ ഇതാണ് ബെവൽ. അപ്പോൾ ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു ലൈന് കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരു മെഷീനെ നമുക്ക് ബെവലിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബെവൽ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓപ്പറേറ്റർ പാനലിൽ വേറെ കുറേ സെറ്റിങ്സ് കാണാൻ പറ്റും. അതിലൊന്നാണ് വിഡ്ത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഇതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. സെഗ്മെൻറ്റ്സ് ബെവലിൻ്റെ സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഇപ്പോൾ ഇതിനെ ഇൻക്രീസ് ചെയ്താൽ ഇതേപോലെ സ്മൂത്തായി നമുക്ക് ബെവലിംഗ് കിട്ടും. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്തതോടൊപ്പം തന്നെ നിങ്ങളുടെ റിസോഴ്സ് CPU റിസോഴ്സും അധികമാവും. അപ്പോൾ അത് എപ്പോഴും ഒരു മിതമായ രീതിയിൽ വെക്കുക. പിന്നെ ഷേപ്പ് കൊണ്ട് നിങ്ങളുടെ ബെവലിൻ്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഡിക്രീസ് ചെയ്താൽ ഇതേപോലെ ഉള്ളിലോട്ടേക്കായി കേവ് ആവും. പിന്നെ ഇൻക്രീസ് ചെയ്താൽ ഇതേപോലെ പുറത്തോട്ടേക്കായിട്ടും കേവ് ആവും. വിഡ്ത്ത് ടൈപ്പ് കൊണ്ട് നിങ്ങളുടെ ബെവലിങ് വേറെ വ്യത്യസ്ത കാൽക്കുലേഷൻസിലായിരിക്കും ബെവൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എഡ്ജാണ് ബെവലായിട്ടുള്ളത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓപ്ഷനിൽ എഡ്ജാണ് ബെവൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് വേർട്ടീസസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ബെവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 8 കോർണറിലുള്ള വേർട്ടീസസ് മാത്രം ബെവലാവും. പിന്നെ ബെവലിങ്ങിലുള്ള അടുത്ത നല്ലൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എഡ്ജ് ഇപ്പോൾ ബെവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് ഇതാക്കാം. അപ്പോൾ ഇവിടെ ഈ താഴെ പ്രൊഫൈൽ ടൈപ്പ് കാണുന്നില്ലേ? ഈ പ്രൊഫൈൽ ടൈപ്പിൽ ഇപ്പോൾ ഉള്ളത് സൂപ്പർ എലിപ്സ് ആണ്, ഈ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കസ്റ്റം സെലക്ട് ചെയ്താൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇവിടെ ഷേപ്പ് ഡ്രോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതേപോലെ മോഡിഫൈ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ അപ്ലൈ ആവുന്നത് കാണാം. അപ്പോൾ ഇതിൽ തന്നെ ഒരു കുറച്ച് 4-5 പ്രീസെറ്റ്സ് കാണാൻ പറ്റും. ഡിഫോൾട്ട് ഇതേപോലത്തെ ലൈനാണ്. പിന്നെ സപ്പോർട്ട് ലൂപ്സ്, പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണേഴ്സ് മോൾഡിങ്, നമുക്ക് വീട്ടിലൊക്കെ ഇത് കാണാൻ പറ്റും. പിന്നെ ക്രൗൺ മോൾഡിങ്, അതുപോലത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാണ് സ്റ്റെപ്പ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്യൂബിനെ ബെവൽ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+B ആണ്. അപ്പോൾ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് Ctrl+B പ്രസ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ബെവൽ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ മൗസ് വീൽ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് സെഗ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇതേപോലെ സെഗ്മെൻറ്റ്സ് ഡിക്രീസ് ചെയ്യാം. അപ്പ് ചെയ്താൽ ഇതേപോലെ ഇൻക്രീസും ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേർട്ടെക്സ് ബെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വേർട്ടെക്സ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം Ctrl+Shift+B പ്രസ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ഒരു വേർട്ടെക്സ് ബെവൽ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സെഗ്മെൻറ്റ് ഡിക്രീസ് ചെയ്യാനായി സ്ക്രോൾ ഡൗൺ, സെഗ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനായി സ്ക്രോൾ അപ്പും ചെയ്യാം. ഇനി ഇതേ ബെവലിംഗ് നമുക്ക് മോഡിഫയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ഐക്കൺ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ആഡ് മോഡിഫയർ കാണാം. ഇവിടെ നമുക്ക് ഈ ബെവൽ സെലക്ട് ചെയ്താൽ ഇതേപോലെ നമുക്ക് ബെവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മുമ്പ് ഓപ്പറേറ്റർ പാനലുണ്ടായ സെറ്റിംഗ് ഇവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം, നിങ്ങൾക്ക് സ്മൂത്ത്നെസ് കൂട്ടാം കുറയ്ക്കാം. അതേപോലെ പ്രൊഫൈൽസും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സെറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ അപ്ലൈ കൊടുത്താൽ ഈ ബെവലിംഗ് അപ്ലൈ ആവുന്നതായിരിക്കും.